guys, welcome back to Victor's. അപ്പോൾ ഇന്നത്തെ ചാലഞ്ച് സീഡ് സെന്റർ സ്കിൻ ആക്ച്വലി ഇതൊരു ഫ്രൂട്ട് ചലഞ്ച് ആണ്. ഫ്രൂട്ടിന്റെ ഔട്ടർ പോർഷൻ, അതായത് തൊലി ഒരാൾക്ക്, അതിന്റെ ഇന്നർ പോർഷൻ ഫ്രൂട്ട് മാത്രം ഒരാൾക്ക്, സീഡ് ഒരാൾക്ക്. കുരു തൊലി ദശ. തൊലി ദശ. കുരു കിട്ടുന്ന ആള് സീനായിരിക്കും, ദശ കിട്ടുന്ന ആൾക്കും ചിലപ്പോ സീനായിരിക്കാം. ദശ എന്താണ്? ദശ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം ബ്രോ അങ്ങനെയല്ലേ ഞാൻ പറയാം. ഒരു മാങ്ങ ബ്രോ മാങ്ങ ഞാൻ പറയട്ടെ. മാങ്ങ അതിനകത്ത് കുരുവാണ് അണ്ടി, മാങ്ങ അണ്ടി അല്ലേ, അതിന്റെ തൊലിയാണ് മറ്റേത്, അങ്ങനെയല്ലേ? ഇതാണ് ചലഞ്ച്. അപ്പൊ വീഡിയോയിലേക്ക് പോകണമെങ്കിൽ വീഡിയോയിലേക്ക് ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് മറക്കാം. സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. സോ ഗൈസ്, അപ്പൊ നമ്മുടെ ബോൾ വന്നിട്ടുണ്ട്, ബോളിനകത്ത് ഐറ്റംസ് വന്നിട്ടുണ്ട്. ഓക്കേ ബ്രോ. ശരിടാ പരിഷ്കാരി. പറയാൻ നോക്കിയിരിക്കും ബ്രോ. കന്നഡ ഇല്ല കണ്ണടക്കി കന്നഡ. ഓ യൂറി അഭിനയിക്കല്ലേ. സീഡ് അല്ല, ഇന്നറാ സീഡ്, അത് ഔട്ടർ പുറകോശം. ഇന്നർ ആൾക്ക് മറ്റേ നല്ല ഭക്ഷണം കിട്ടും. ഔട്ടർ എന്ന് പറഞ്ഞ ആൾക്ക് തൊലി കിട്ടൂലേ? തൊലി കിട്ടും. വെറുതെ തൊലിയെ ഞാൻ ചോദിക്കട്ടെ, സീഡൊക്കെ തിന്നാ പ്രശ്നമല്ലേ ബ്രൂവേ? അതിന്റെ ഉള്ളിൽ കൂടെ വന്നിട്ട് അത് വളരും, വൃക്ഷം പോലെ വരും. അല്ല എന്റെ ഉള്ളി വരില്ല, ബ്രോയുടെ ഉള്ളി വളരും. അങ്ങനെ വരാം. ഞാനുള്ള തലയേക്കാളും തലയിലെ കളിമണ്ണും ഫുള്ള് വൈറ്റിലുണ്ടല്ലോ. ബ്രോ തലയിലെ കളി സംഭവിച്ചു. കൊമ്മനെ ഒന്നും പറയാ മനസ്സിലായി. അപ്പൊ നമ്മുടെ ഐറ്റംസ് പോരട്ടെ. ഐറ്റംസ് ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ. നല്ല പാട്ടല്ലല്ലോ. അതാണ് ഇന്നറി, ഇതാണ് നിന്റെ ദശ. നിങ്ങള് തൊലി കഴിക്കുമോ? തൊലി കഴിക്കാം, ഇനിയിപ്പോ എന്താ കുഴപ്പമൊന്നുമില്ല. മൂക്കടഞ്ഞിരിക്കുന്ന കാരണം മണമില്ല. തൊലി കഴിക്കേ തിന്നിറക്കണോ തൊലി കൊള്ളാൻ. എനിക്ക് പണം കിട്ടി. എന്റെ കുഴി എടുത്തേ, കുഴി കഴിക്കേ. കൈപ്പറേ അയ്യ പൊട്ടിച്ചടിക്കട്ടെ, കടിച്ചു കഴിക്കട്ടെ. അയ്യേ വിഴി കിട്ടാതെയായിരുന്നു. കൈപ്പറ ചാർജാണോ? ഒറ്റ കഴിക്കുമ്പോ എനിക്കോ ഇന്നലെ കിട്ടിയത്. എനിക്ക് എല്ലാം മാത്രം ഇത് കിട്ടണമെന്ന് പറഞ്ഞു. ഇത് കഴിച്ച് കഴിച്ച് ശീലമായ കുഴപ്പമില്ലല്ലോ. കൈ നോക്കി കഴിച്ചു പിടിക്കണ്ടേ? ഇത് ഭയങ്കര കൈപ്പിടി. ഇതിന് എനിക്ക് ഔട്ടർ വാഷായിട്ട് വലിയ സീനില്ലെങ്കിലും സീനുണ്ട്, പക്ഷെ അതിനേക്കാളും സീനില്ലല്ലോ. എനിക്ക് തലയ്ക്ക് തന്നെ എന്താ പോലെ പുള്ളി കയറുന്നു. നമുക്ക് നേരെ നെക്സ്റ്റ് റൗണ്ടിലേക്ക്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് റൗണ്ടിൽ എത്തിയിരിക്കുന്ന ആപ്പിളാണ്. ആപ്പിളിന്റെ തൊലിയുണ്ട്, ആപ്പിളിന്റെ കുരുണ്ട്, ആൻഡ് ആപ്പിളിന്റെ ഇന്നർ പോർഷൻ വന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെ ബ്രോ എനിക്ക് ഇന്നർ കിട്ടിയാൽ മതി. ഇന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിളിന്റെ ഇത് എന്തൊരാഗ്രഹം സാധിച്ചു കൊടുക്കണം. ഞാൻ തുറക്കട്ടെ. ആപ്പിൾ സീഡ് പൗഡർ
പൗഡർ. അപ്പൊ ഞാൻ തൊലി തല്ലും. തൊലിച്ചോ തൊലി തിന്നാ. നല്ല തൊലി ബ്രോ തൊലി. ഇതിന്റെ അകത്ത് കയ്പാണ് നോക്കട്ടെ. അതിനെ ബ്രോക്ക് തൊലി തിന്നിട്ട് നല്ല പരിചയമുണ്ട്. മിക്കവാറും എന്റെ വയറ്റിന്റെ അകത്ത് ദേ ഇപ്പൊ നാരങ്ങ മരം ഒരു നാരങ്ങ മരം, ഒരു ആപ്പിൾ മരം. ബ്രോ ഇനി മിസ്കൃതമായിട്ടുണ്ടാവും. അത് ഇട്. നോക്കട്ടെ, ഇതിന്റെ അകത്ത് കയ്പാണ് നോക്കട്ടെ, അല്ലെങ്കിൽ പൊട്ടിച്ച് കഴിക്കണ്ട. കഴിപ്പാ അങ്ങോട്ട് നീ അങ്ങനെ നാളെ കളയാൻ കേട്ടോ. അവിടെ ഞാൻ മൊത്തം വായിലിട്ടോ. ആ വായിട്. രസമുണ്ടോ? കഴിക്കുക മൊത്തം കഴിക്കുക. എന്തെങ്കിലും ചെയ്യും. സീഡ് കഴിച്ചാ മതി. തൊലി സൂപ്പറാ. തൊലി സൂപ്പറാ. ശരിക്കും ആപ്പിളിന്റെ തൊലി അങ്ങനെ സീഡില്ലാത്ത കഴിക്കാറുള്ള. പിന്നെ തൊലി മാത്രം കഴിക്കുമ്പോ ഉള്ള ഒരു ഇത് ഉണ്ടാവും. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ആപ്പിളാ, മധുരമുള്ള ആപ്പിളാ, അതുകൊണ്ട് കുഴപ്പമില്ല. ആ മധുരം ഉണ്ട്. സീഡ് എങ്ങനെയാ? ഇത് കൊള്ളാലോ. മധുരം ഉണ്ടോ? സൂപ്പർ സങ്കടമൊന്നുമില്ലല്ലേ? ബ്രോക്ക് ഇപ്പൊ എന്താ ഇപ്പൊ നോക്കിയ സ്വന്തമായിട്ട് 2 മരമില്ലേ? ഒരു നാരങ്ങ മരം, ഒരു ആപ്പിൾ മരം. എന്തൊക്കെ മരങ്ങളാണല്ലേ ബ്രോ സീഡിനെ സ്നേഹിക്കുന്നതല്ലേ? എല്ലാ പ്രാവശ്യവും ബർത്ത്ഡേക്ക് മരം കൊണ്ട് കിളിപ്പിക്കുകയൊക്കെ ചെയ്യും സീഡ് വെച്ചിട്ട്. ഭയങ്കര സ്നേഹമുള്ള ആളാ. ആണോ? തമാശയായിരുന്നു അത്. അയ്യോ കാര്യമായിട്ട് പറഞ്ഞു. ബ്രോ ഓർക്കുന്നില്ലേ? ഇല്ല, ഞാൻ ഓർക്കുന്നില്ലല്ലോ. സപ്പോർട്ട് ചെയ്തു. ബ്രോ കൈ അടിച്ചതാണ്. ശരി ഞാൻ ഇങ്ങോട്ട് ഞാൻ ഇങ്ങനെ അരേ കൊമ്പച്ചാ തേർഡ് റൗണ്ടിൽ വന്നിരിക്കുന്ന ഐറ്റം പേരക്കയുടെ സുഹൃത്തുക്കളെ, പേരക്കയുടെ തൊലിയുണ്ട്, പേരക്കയുടെ ഉള്ളുണ്ട്, പേരക്കയുടെ കുരുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോയി. അപ്പൊ നമുക്ക് എന്തായാലും തുടങ്ങിയാലോ, പരിപാടി തുടങ്ങിയാലോ? എടുത്തോ. ഇനിയിപ്പോ പേരക്ക മരം കൂടെ ആയല്ലോ. സുഹൃത്തുക്കളെ, എനിക്ക് കിട്ടിയിരിക്കുന്നത് വീണ്ടും പച്ചപ്പേരക്കാണ്. പഴുപ്പ് കുറവാ. ഇതിന്റെ കുരുവിന്റെ ടേസ്റ്റ്. അത് ശരി. ഇതിനും വേറെ തൊലിയായിരുന്നു. വളർന്നില്ല. ടേസ്റ്റില്ലേ? ടേസ്റ്റിലേക്ക് കഴിക്കണ്ട അവിടെ വെച്ചോ. ടേസ്റ്റിലേക്ക് കഴിക്കേണ്ട അവിടെ വെച്ചോളാ പറഞ്ഞില്ലേ? മാർന്ന് കേട്ടതിനൊരു കുഴപ്പമില്ലല്ലോ. പക്ഷെ സത്യം പറഞ്ഞാൽ ഇതിന്റെ തൊലിക്കും ഭയങ്കര ടേസ്റ്റാണ്. കിട്ടലും ടേസ്റ്റാണ്. അല്ല ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ്. അതെനിക്കറിയാം. പച്ചപ്പേരക്കെല്ലാം മേടിച്ചു കൊടുക്കാനുള്ള പഴുത്തവും മേടിച്ചോളാം. നമ്മൾ കളിക്കുന്ന സ്ഥലത്തേ ഞങ്ങളുടെ ഒട്ടപ്പുറത്തൊരു മരമുണ്ട്, പേരമരത്ത്. അതായത് ടേസ്റ്റ് കളി കഴിഞ്ഞു. എവിടെ? ആ നിങ്ങൾ ചുറ്റും പേരാണോ? ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പിന്നെ എന്റെ വീടിന്റെ ബാക്ക് സൈഡിൽ തന്നെ നിൽക്കുന്നുണ്ടല്ലോ ഒരു പേര. ചെയർകേസിന്റെ അവിടെ. ചെയർകേസിന്റെ അവിടെ. ബ്രോ വീഡിയോ കണ്ടിട്ടുണ്ട്. ബ്രോ കണ്ടോ? വീഡിയോ കൂടെ ആൾക്ക് മനസ്സിലായി. അല്ലല്ല ബ്രോ അറിയാം, ഇടയ്ക്ക് വരാറുണ്ട്. എവിടെ? അവിടെ. അവിടെ എന്തിനാ ബ്രോ വരുന്നത്? കൊമ്പനെ എന്നിട്ട് കൊമ്പന അവിടെ കിടക്കുമ്പോ ജനലെ കൂടെ നോക്കിട്ട് പോവും. നെക്സ്റ്റ് റൗണ്ടിൽ വന്നിരിക്കുന്ന വേറെ ഒന്നല്ല, നമ്മുടെ സ്വന്തം മാതള നാരങ്ങയാണ്. മാതള നാരങ്ങയാണ് കുരുവൊക്കെ കണ്ടി ഇങ്ങനെ ഇത് കഴിക്കാൻ തോന്നുന്നു. ഇതിന്റെ എങ്ങനെയാണ് കഴിക്കുന്നത്? ഇതൊക്കെ തൊലി കഴിക്കും വായ കൊണ്ട്. ഓ ഞാൻ ബ്രോ മൂക്കും കൊണ്ട്. ഓ വലിയ സാധനം കംപ്ലീറ്റ് ആക്കാം. അതെനിക്ക് ഇഷ്ടമല്ല.
ഗോവിന്ദ. ഇതൊക്കെ നമ്മ വിട്ട കേസാ കേട്ടാ. പറഞ്ഞു ഇതൊക്കെ നമ്മള് വിട്ട സീന കേട്ടാ. KMC കൊമ്മൻ ഒരുത്തന്റെ കൂടെ ഗ്രൂപ്പിന്റെ ആവശ്യം ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാടാ. അയ്യോ ഇതിന് പേര് നാരങ്ങയായിരുന്നു. നമുക്ക് സാധനം എടുക്കാം. ബ്ലൂ 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 കണ്ണട 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 ഞാൻ എടുക്കാം. ബ്രോ കണ്ണട. ഇന്നർ 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 വെയർ ഇന്നർ ഔട്ടർ ആർക്കാ? എനിക്ക് ബ്രോ തൊലി തിന്നെ. ബ്രോ എങ്ങനെ തൊലി തിന്നെ? വാഗൊണ്ടാണ് തൊലി തിന്നേണ്ടത്. ഓക്കെ ബ്രോ, അതെനിക്കാ. ഔട്ടർ മതിയായിരുന്നു. സീഡ് കണ്ടിട്ടുണ്ടോ? സീഡ് വെക്കൂ. എങ്ങനെ തീട്ട് കഴിക്കുന്നത്? ഇതെന്ത് എനിക്ക് തോന്നേ നമ്മുടെ ക്രൂ വായിക്കാത്തിട്ട് തിന്നിട്ട് വാങ്ങി ഇതിനൊക്കെ എങ്ങനെ എടുക്കുന്നേ? ബ്രോ കഴിക്കൂ. ഉണ്ടാവൂലോ. ഉപ്പെന്തെല്ലുണ്ടോ? ഇങ്ങാണ്ട് ഛർദിക്കൂടാ. ചാതിക്കോ ശരിക്കും? അങ്ങനെ കടിച്ചില്ലല്ലോ. അങ്ങനല്ല, ഇങ്ങനെ. ഞാൻ കഴിച്ചോളല്ലോ ബ്രോ. ഇതൊക്കെ കഴിക്കും ആരെങ്കിലും? പട്ടിക്കുഞ്ഞിങ്ങനെ കഴിക്കോ? ആ ബ്രോ പേപ്പർ ബാലം കഴിഞ്ഞാൽ വിളിക്കുന്നത്. ബ്രോ എന്തിനാ തിന്ന് ചവച്ച് കിണി പൊമിനേറിയം പട്ടി കഴിച്ചപ്പോ. അല്ല ഡാൽമേശൻ ഞാൻ കാര്യം പറയട്ടെ, ഇത് നജീബിന് കിട്ടിയെങ്കിലോ അവൻ്റെ കഴിക്കും. നാജീബ് കഴിക്കുന്നില്ല. ഈ ബ്രോ നജീബിനെ വിട്ട് കളിയില്ലട്ടാ ബ്രോ. അങ്ങനത്തെ ഒത്തിരി പേര് നമ്മുടെ അടുത്ത റൗണ്ടിൽ വന്നിരിക്കുന്നത് വേവൊന്നുമല്ല, നമ്മുടെ തണ്ണിമത്തൻ. ഇത്ര നേരം ഞാൻ കഴിച്ചോണ്ടിരുന്നത് എന്തൊക്കെയാണെന്നറിയാമോ? കുരു, തൊലി, തൊലി, കുരു, തേങ്ങ. ഞാൻ എന്താ തൊലി അല്ല ഇന്നർ തൊലി ഇന്നർ. പക്ഷെ ഉണ്ടല്ലോ കൈ കാണുമ്പോ കൊതി ഇത് മറ്റേ കുരു ഇല്ലാത്തതാണല്ലേ? മാറ്റി വെച്ചതാ ബ്രോ. അല്ല ഈ പ്രശ്നം ഞാനാണ്. തോറ 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 സീഡാണേ. ബ്രോയ്ക്ക് എന്താ ബ്രോ? ബ്രോയ്ക്ക് എന്താ? സീഡായിരിക്കും. എന്റെ പൊന്നളിയ ഇത് നിങ്ങൾ എടുത്ത എനിക്ക് എന്റെ കടിക്കുമ്പോ വെള്ളം പോകും. അതാ കയ്യിലെടുക്കും. വെള്ളം പോവേ? അല്ല, ആ മൂത്രല്ല ഇത്, വായന്ന് ഒഴിക്കും. മൂത്രോ? ഞാൻ മൂത്രം ഒന്നും പറഞ്ഞില്ല. ഇവിടെ എടുത്ത് കഴിക്കുക, തൊലി കഴിക്കുക. ഇവിടെ കഴിക്കുക. നമ്മൾ തൊലി ആദ്യമേ ഇതിനകത്ത് കുറച്ച് ഇത് കഴിക്കാൻ പറ്റും. ഞാൻ ഇത് പശുവാ. തൊലി കിട്ടിയാ കുറച്ചെങ്കിലും കിട്ടിയതുകൊണ്ടെന്ന് വിചാരിച്ചെങ്കിലും കഴിക്കായിരുന്നു. ഓക്കെ ഇതുണ്ടല്ലോ. അത് മാത്രല്ല, അയ്യോ അതല്ല ഔട്ടർ. ഔട്ടർ അവിടെ അവിടെ ഇങ്ങനെയല്ല, ഇങ്ങനെ അടിക്കണം. ഇങ്ങനെ അതെന്താ ഫ്ലോ കിട്ടിയില്ലേ? ഫ്ലോ എന്താ അവസാനിച്ച് കടിച്ചോ? സത്യം പറഞ്ഞാൽ നമ്മൾ കഴിച്ചിട്ട് സാധാരണ പശുവിനോട് വീട്ടിലൊക്കെ കൊടുക്കാറുണ്ട്. നമ്മുടെ പശു ഗോവിന്ദൻ. എന്ത് അപ്പൊ അങ്ങനെ അടുത്ത റൗണ്ട് വന്നിട്ടുണ്ട്. അടുത്ത റൗണ്ട് വന്നിരിക്കുന്നത് പാവയ്ക്കാണ്. പാവയ്ക്ക തൊലി ഉള്ളിലത്തെ സാധനം. വേറെ പ്രത്യേകത ഉണ്ട്. ഈ റൗണ്ടിൽ വേറെ പ്രത്യേകത ഉണ്ട്. ഈ റൗണ്ടിൽ നിങ്ങൾ രണ്ടും മാത്രമേ കളിക്കുന്നുള്ളൂ. ആര് പറഞ്ഞു? ഞാനാണ് ഇങ്ങടെ കാട്ടു. ബ്രോ എടുക്കണല്ലേ? അല്ല ഞാൻ ബ്രോയിന് സീഡ് കിട്ടിയാ പിന്നെ പച്ചക്കറി കൃഷി നടത്താം ബ്രോയ്ക്ക് വൈറ്റാത്ത്. ഞാൻ എക്സ്പോർട്ടിങ് നടക്കും. എവിടെ കൂടെ കൊണ്ടുപോകും?
എക്സ്പോർട്ടിങ് ബ്രോന്റെ എവിടെ നിന്ന് മുളച്ചു വരാ? അവരോട് എവിടുന്ന് മുളച്ചു വരുന്നത്? ഫ്രൂട്ട്. ഇങ്ങനെ ചിരിക്കുന്നത് ഒന്നും ചിരിക്കുന്നില്ല. ഫ്രൂട്ട് വന്നിട്ടുണ്ടോ? ബ്രോ എടുക്കട്ടെ വേറെ. ബ്രോയ്ക്ക് ഫ്രൂട്ട് മുളച്ച് വന്നിട്ടുണ്ടോ? ഫ്രൂട്ട് ഉണ്ടോ ഇല്ല? ഉണ്ട്. ബ്രോയ്ക്ക് ഫ്രൂട്ട് അവിടെ ഇരിക്കണേ? ഫ്രൂട്ടാ ഇരിക്കണേന്ന്. അതെ, ബനാന. ഔട്ടർ. ഇത് എന്തൊരു തേങ്ങയാണ് ഇത്? ഇന്നറ് ഇന്നലെ പിന്നെ സീനില്ല. ഔട്ടർ എന്ന് പറഞ്ഞത് കറക്റ്റ് സാധന. ഇതാണ് ഇന്നറ. ഓ ഭാഗ്യം. കായപ്പക്കാരുടെ ഉള്ളിൽ പിന്നെ ഭയങ്കര മധുരാണല്ലോ അല്ലേ? അല്ല സീഡ് സീനില്ല. ബ്രോക്ക് എത്ര സീഡായി? എന്ത് ബ്രോക്ക് എത്ര സീഡായി? ഒന്നും സീഡാ സീഡ് കഴിച്ചിട്ടില്ലേ? ഇല്ല. ഇത് കിട്ടിയില്ല. തുടങ്ങിക്കോ കൃഷി. കൃഷി കിട്ടില്ല. എനിക്ക് പാവയ്ക്കോ? നിങ്ങൾക്ക് പാവയ്ക്കല്ലോ. നമുക്ക് മറ്റേ ഫ്രൂട്ട്സ് അല്ലേ ബ്രോ? ഫ്രൂട്ട്സ് ഉള്ളല്ലേ ബ്രോ? ഒരേ തോട്ടം പണിയാലും ഇല്ലാത്ത കുറച്ച് കൂടുതലൊക്കെ സീഡ്സ് കഴിച്ചാ പാവയ്ക്കാൻ മനുഷ്യനായ കൊടുക്കാം. മേക്ക് ഗോവിന്ദൻ ടു പാവയ്ക്ക. തൊലിച്ചോണ്ടിരിക്കേ. ബാത്റൂം അവിടെയാ. ഞാൻ കുരു കടിച്ചു കേട്ടോ. ഒരു മണുണ്ട്, വാസന. അത് മൂക്കടിക്കുമ്പോ എന്നെ സീന. ഉള്ളു അതിലേക്ക് ഒറ്റ കടിച്ചേ. ചവക്കി ഞാൻ ചവച്ചേ. ബ്രോ ചുണ്ട് വെച്ച് കങ്ങ കാണിക്കാതെ. അടുത്ത റൗണ്ടിൽ വന്നേക്കുന്ന സെക്കൻഡ് ലാസ്റ്റ് റൗണ്ട് ഉണ്ടോ? സെക്കൻഡ് ലാസ്റ്റ് റൗണ്ടിൽ വന്നേക്കുന്നത് റംബൂട്ടാനാണ്. റംബൂട്ടാന്റെ തൊലി ആര് കഴിക്കുന്നുണ്ടോ? റംബൂട്ടാന്റെ കുരു കിളികൾ പോലും തുപ്പിട്ട് കളയും. ഇത് കഴിക്കത്തില്ല ആരും. ആണോ? ഉറപ്പാണ്. റംബൂട്ടാന്റെ കുരു വിഷാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കുരു വിഷമാണോ? കുരു വിഷമല്ല, തൊലി. കുരു വിഷമല്ല. ഇക്രു നമ്മളെ കൊല്ലു. കണ്ണട ഞാൻ എടുത്തില്ല. തൊലിയാ ഞാൻ ഏതാണ് തൊലിയായി. തൊലിക്കല്ലേ നീ കേട്ടാ. നീ തൊലിക്കല്ലേ നീ കടിച്ചതിനാണേ. ഇതുണ്ടോ നല്ല മധുരം. ബ്രോ ഞാറുകളൊക്കെ കളാം. ഞാറിന്റെ ഇടയിൽ കൂടെ ഉള്ള ബ്രോന്റെ ഓരോ പ്രയോഗമില്ല. സാധനം ചെയ്യും. റംബൂട്ടാൻ ഭയങ്കര ഇഷ്ടം. ഇതുണ്ടോ എനിക്ക് ഒന്നുപോലും കിട്ടിയില്ലടാ നല്ലത് ഇന്നത്തെ ചലഞ്ചില്. ഞാൻ പറഞ്ഞ ഇതിന്റെ കുരു ശരിക്കും കഴിക്കാൻ പറ്റും. പറ്റും. പക്ഷേ ബ്രോ അതിന്റെ പുറത്തെ ടേസ്റ്റ് അങ്ങനെ ബ്രോ അത് പിസ്താന്ന് പറഞ്ഞിട്ടാ കഴിക്കണേ. പിസ്തയാ എന്തിനു കഴിപ്പിന്? കഴിപ്പല്ല, ഒരു ചവർപ്പ്. ഇച്ചിരി കഴിപ്പുണ്ട് കേട്ടോ. ചവച്ചില്ല. So guys, let's go to the next round. So guys, അപ്പോൾ എന്തായാലും നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൗണ്ടിലേക്ക് പോകാം. ഇത് കഴിച്ച ഡ്രാഗൺ ആവും. ഇതാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്. ഇത് കഴിച്ച ഡ്രാഗൺ ആവും. പ്രോയും ഒന്നാം ക്ലാസ് ബുദ്ധിയിട്ട് വന്നേക്ക ഡ്രാഗൺ ഫ്രൂട്ട്. ഇടി പോലെ കണ്ണട. അല്ല ബ്രോ ലാസ്റ്റ് റൗണ്ട് ഒക്കെ എടുത്തോണ്ടിരുന്നത്. കണ്ണട. ഡ്രാഗൺ ഫ്രൂട്ട് ആദ്യമായിട്ട് ബ്രോ ആദ്യമായിട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് കാണുന്ന പയ്യുള്ളൂ. എന്താണോ താൻ എന്തിനോ ഞാൻ പറഞ്ഞ ഇത് എന്റെ കളിയാ. എന്നെ അങ്ങനെ ഒന്നും ദൈവം കൈവിടാറില്ല. ഇത് ഇങ്ങനെ
നമുക്ക് അതിനകത്തോടെ കയറ്റി കൊണ്ടുപോകുന്നത് കൊള്ളാം. അയ്യോ സത്യം മൂക്കളെ ഇതെന്താ ഇതെല്ലാം ഇതിന്റെ അകത്തുള്ളതല്ലേ? മധുരമില്ലേ? നല്ല മധുരം ഉണ്ടല്ലോ ബ്രോ. ഇത് കണ്ടോ ആണോ? അത് കാണിക്കില്ലേ? ആണോ ഫേഷ്യലോട് ചെയ്തു തരാം. ബ്രോന്റെ വായ മൊത്തം ചോന്നു. എന്റെ ചോന്നു മോന്റെ പല്ല് വരെ ചോന്ന്, കിറി വരെ ചോന്ന്. സൂപ്പറാ. ഡ്രാഗൺ കൃഷി കൂടി ആയില്ലോ. എനിക്ക് ഇഷ്ടമല്ല ബ്രോ അത്. ബ്രോ ഇതിട്ട് കഴിഞ്ഞാൽ ലിപ്സ്റ്റിക് ഇടാൻ പറ്റൂ? ഒരു കഴിച്ച ചുമക്കത്തില്ല കേട്ടോ. എന്റെ ചുമന്ന ചുണ്ട് കറന്നിരിക്കുക. അപരാധ കളറ് ചുണ്ട് ചോദിക്കുന്ന ചുണ്ട് ചോദിക്കാൻ പറ്റും. ഇയാള് പറഞ്ഞത് ചുമന്നു. അവന്റെ ഓൾറെഡി ചുണ്ട് ചോന്നിട്ടിരിക്കണേ. ബ്രോയുടെ മൂക്ക് വരെ ചുമന്നു. കേട്ടാ ഇതൊക്കെ തെപ്പ തിന്ന് തീർക്കാനാ. എന്റെ നല്ല സുണ്ട്. അങ്ങനെ ഒന്ന് വെച്ചേ നല്ല സുണ്ട്. ബ്രോ എങ്ങനെയാണ് ചാലഞ്ച്? എങ്ങനെയുണ്ടായിരുന്നു ബ്രോ ഇന്നത്തെ? കൊള്ളാം. കൊള്ളാവോ ബ്രോ? ഇഷ്ടായി. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതെന്താ ബ്രോ? എനിക്ക് അവസാന റൗണ്ടിൽ ഒരു കൃഷിക്കുള്ള സൈഡ് കിട്ടിയല്ലോ. കൃഷിക്കാരനായി കൃഷിക്കാരൻ. ഞാൻ അല്ലെങ്കിലും വീട്ടിലേക്ക് പറമ്പൊക്കെ ഉണ്ട്, അതിനകത്ത് കൃഷി ചെയ്തോളാം. അതിന് അച്ഛനല്ലേ പണിയെടുക്കുക, നീ അല്ലല്ലോ. ബ്രോ ഇപ്പോഴല്ലേ സീഡ് കാണുന്നത്? നടക്കുന്ന കൃഷിഭൂമി നടക്കുന്ന കൃഷി ഉണ്ടാക്കും, ഇവനെ വളർത്തും. ഇതാണ് അവിടെ. അത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ.